ഒരു കാര്യം ചെയ്, എനിക്ക് ഇതിന്റെ കംഫർ സ്റ്റേഷൻ കിട്ടിയേ പറ്റത്തുള്ളൂ. അതിന് ഞാൻ കക്കൂസ് അല്ലല്ലോ ഇടിച്ച് തെറിപ്പിച്ചേ. അതിന് ആര് കക്കൂസ് ചോദിച്ചു? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ നിങ്ങൾക്ക് കംഫർട്ട് സ്റ്റേഷൻ വേണമെന്ന്. എടി ഇംഗ്ലീഷ് അറിയത്തില്ലയോ? ഇതിന്റെ നാശനഷ്ടം തന്നേ പറ്റത്തുള്ളന്ന്. കോമ്പൻസേഷൻ. പിന്നെ നിങ്ങൾ വലിയ കാറുള്ളവരൊക്കെ അങ്ങനെ പറയും. ഈ പാവം പിടിച്ച ഞാൻ ഇങ്ങനെയും പറയും. ഒരു കാര്യം ചെയ്യാം, എനിക്ക് മൊത്തം കിട്ടിയാ ഞാൻ അങ്ങ് നിർത്തിയേക്ക ഈ പരിപാടി. ഉറപ്പാണോ? ചേച്ചിക്ക് മൊത്തം കിട്ടിയ പരിപാടിയൊക്കെ നിർത്തുമെന്ന് പറഞ്ഞു. എടി മൊത്തമാണോ? മൊത്തം പൈസയും തന്നാ ഞാൻ ഇതോടെ കേസ് നിർത്താമെന്നല്ലേ പറഞ്ഞത്? ഒരാളിഞ്ഞുമ്മ തന്നെ എന്നെ ഒതുക്കാവുന്നവള് വിചാരിച്ചേക്കുന്നു. കുറച്ച് നാളുണ്ട് ഞാൻ ശ്രദ്ധിക്കണത്. ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇപ്പൊ മിണ്ടാൻ നേരമില്ല, എന്നോട് കൊഞ്ചിക്കൊഴയാൻ നേരമില്ല, എന്നോട് സംസാരിക്കാൻ നേരമില്ല, എന്റെ അടുത്തൊന്ന് അടുത്ത് വന്ന് ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല. ഒരു അകൽച്ച, ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്തിനിങ്ങനെ ജീവിക്കണം? പൊക്കൂടെ? പറഞ്ഞു തീർന്നാ നിങ്ങള്? തീർന്നു. എന്നാ ഞാനും ഒന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട. നീ എന്ത് കാണുന്നുണ്ടെന്നാ പറയണത്? എന്ത് കാണുന്നുണ്ടെന്നാ? ഒന്നല്ല, 1000 കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം നീ പറ. നിങ്ങളെ ആ അടുക്കള നിൽക്കണ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണോ, ഉമ്മ വെക്കണോ, ശൃംഗരിക്കുന്നു, കുഴഞ്ഞാടുന്നു, കൊഞ്ചിക്കൊഴയണോ, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങൾ. എടി, അടുക്കള നിൽക്കണ പെണ്ണ് എന്റെ ആരാടി? ഭാര്യ. നീ ഇവിടുത്തെ ആരാണ്? ചേലക്കാരി. അത് നീ മറക്കരുത്. പണ്ട് എന്റെ അമ്മ ഇതുപോലൊരു കാട്ടിൽ പോയി. അവിടെ ചെന്നും കരടി ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങ് വന്ന്. കരടിയെ കണ്ടത് ഞങ്ങളുടെ അമ്മാവനങ്ങ് ചത്ത പോലെ കിടന്ന്. കരടി ഇങ്ങ് വന്ന് കുറെ നേരം നോക്കി നിന്ന്. സഹതാപം സഹിക്കാൻ മേലാതെ തെക്കപ്പുറത്തൊരു കുഴിയെടുത്ത് മാമനെ അതിന്റെ അകത്തോട്ട് അങ്ങ് മൂടി. ഈ മാമന് വാ തുറന്ന് പറഞ്ഞുവിടായിരുന്നോ എനിക്ക് ജീവനുണ്ടെന്ന്? വാ തുറന്ന കരടി കൊടുക്കിയാലേ. അപ്പൊ അമ്മാവൻ ചെയ്തതാണ് ബുദ്ധി. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? നിങ്ങൾക്ക് ആ രമണിയായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. ഒരു ബന്ധവുമില്ല. പക്ഷെ അവള് എന്നും തൊള്ളുറപ്പിന് ഇട്ടോണ്ട് വരുന്നത് നിങ്ങളുടെ ശത്രു. എത്ര കാമുകനുണ്ട് മനുഷ്യ? എത്ര കാമുകനുണ്ട്? ഇല്ല ഇല്ല. എന്തില്ലെന്ന്? ഞാൻ അതിൽ എണ്ണീറ്റില്ല. അയ്യോ, അല്ലേലും നിങ്ങൾക്ക് 7 വരെ അല്ലേ എണ്ണാനും അറിയത്തുള്ളൂ. എടി, സത്യമായിട്ട് ഞാൻ ന്യൂ ഇയർ തൊട്ട് നന്നായി. ഈ 2024 ജനുവരി 1 തൊട്ട് ദാ ഇന്ന് വരെ ഒരൊറ്റ പെണ്ണുങ്ങളെ ഞാൻ കമന്റ് അടിച്ചിട്ടില്ല, അറിയോ? 2023 ഡിസംബർ 31 അപ്പറേ വീട്ടിലെ ജാനകി ഇവിടെ വന്ന് നിങ്ങളുടെ നാക്കും പല്ലും കൂടെ കൂട്ടി ഇടിച്ചിട്ട് ഇന്നലെയല്ലേ എന്റെ സ്റ്റിച്ച് ഊരി എടുത്തത്. എടി, എന്റെ ചേട്ടൻ ഒരു പോക്കൃത്തരം കാണിച്ചിട്ടില്ല. ഒരു പോക്കൃത്തരം കാണിച്ചില്ലല്ലേ? ഇല്ല. കാണിച്ചില്ലല്ലേ നിങ്ങള്? ഇല്ല. എടി, ഞാൻ കുളിമുറി കുളിച്ചോണ്ടിരിക്കുന്നത്. ബെഡ്റൂമിൽ കുളിക്കാൻ പറ്റുമോ നിനക്ക്? പറയുന്നതിന്റെ ഇടയ്ക്കേറി പറയരുത്. ഞാൻ വെന്റിലേഷൻ വഴി നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു ഷൂ ഷൂ എന്നൊരു ശബ്ദം. ഞാൻ നോക്കിയപ്പോ നിന്റെ ഈ കെട്ടിയോൻ സുഗുണൻ. നീ മാറ്. റെഡി? ചേട്ടാ, നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ കൂടെ ഷൂഷു വെച്ചോ? ഞാൻ ഷൂഷു വെച്ചിട്ടില്ല. നീ ശരിക്കും ഓർത്ത് നോക്ക്. ഷൂഷു ആയിരുന്നോ ഷൂ ആയിരുന്നോ? ഷൂഷു എന്ന് തന്നെയായിരുന്നു. ഷൂഷു. ചേട്ടാ, സത്യം പറ, നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ? സുധേ, രജനിയുടെ പേര് എനിക്ക് അറിയാമോ? അറിയാം. രജനെ അറിയാൻ വയ്യാത്തവരല്ലേ ഷൂഷു എന്ന് വെക്കണ്ടോ? സത്യം. എനിക്ക് രജനെ അറിയാം. അതുകൊണ്ട് ഞാൻ എന്തിനു ഷൂഷു വെക്കണം? എടി, നിന്റെ പേര് എന്റെ ചേട്ടൻ അറിയാം, പിന്നെ എന്തിനാ ചേട്ടൻ ഷൂഷു വെക്കണം? എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്റെ കുളിമുറി വന്ന് ഷൂഷു എന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ആഹാ, ശരിയാണോ തെറ്റാണോ എന്ന് നീ കാണിച്ച ശരിയാണോ? എന്ത്? ഞാൻ വെന്റിലേഷനിൽ കൂടെ നോക്കിയപ്പം നീ കുളിക്കാൻ കയറി വന്നത് ശരിയാണോ? അത് ശരിയാണോ? എന്റെ ചേട്ടൻ വെന്റിലേഷനിൽ കൂടെ നോക്കുന്ന സമയത്ത് മാത്രം നിനക്ക് കുളിക്കാൻ സമയമുള്ള എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും. ആരടി ചോദിക്കാൻ? അതിന്റെ ആയം അവിടെ ബാത്റൂം അല്ലേ, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം. ചേട്ടൻ, ഞാനൊരു കാര്യം പറയാം, ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും. ഒന്നുമില്ലടി. ഒന്നുമില്ലെന്ന് അപ്പോൾ നിങ്ങളെ കണ്ട്. അയ്യോ, അല്ല, നിങ്ങൾ എങ്ങോട്ടാ രാവിലെ തന്നെ പോണേ? നമ്മള് കൊണ്ടോട്ടിക്ക്. ആടെന്തേത്തിന് പോവുക? അല്ല, നിങ്ങൾ എപ്പോഴാ തിരിച്ചു വരിക? ഇവിടെ ഉച്ചക്കൊക്കെ ചോറ് വെക്കണോ, അതോ നിങ്ങൾ രാത്രിത്തേക്കാണോ വരിക? അല്ല, നിങ്ങൾ രാത്രിത്തേക്ക് എന്തോ തിന്നിട്ടാണോ വരിക? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ബൈക്ക് ഇറങ്ങുമ്പോ ഓള് പകരം 100-150 ചോദ്യാണ്. കല്യാണം കഴിക്കാത്തോണ്ടാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചെന്ന് ബാലേട്ടൻ പറഞ്ഞ ശരിയാ? കല്യാണം കഴിച്ചില്ലെങ്കിലേ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ 100 ചോദ്യങ്ങൾ കേട്ടിട്ട് നമ്മള് പണ്ടാറടങ്ങി അങ്ങോട്ട് പോണില്ല എന്ന് പറഞ്ഞാൽ കൊളംബസിന് അമേരിക്ക കണ്ടുപിടിക്കാൻ പറ്റിയോ? അപ്പൊ അയാൾ കണ്ടുപിടിക്കണ വരെ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു സാധനം. ഈ ബൾബ്, ഫോണ്, TV, ഫ്രിഡ്ജ് ഇതൊക്കെ കണ്ടുപിടിക്കണമാര് കണ്ടുപിടിച്ചത് അമേരിക്ക അല്ല. ഈ ഇന്ത്യ കണ്ടുപിടിച്ചത് ആരാണ്? ഇന്ത്യ കണ്ടുപിടിച്ച എന്റെ ഉപ്പ മമ്മദാജി നരിക്കുനിയിലെ. എന്നിട്ട് ഉപ്പ എന്നോട് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ
എത്ര വലിയ വലിയ കാര്യം കണ്ടുപിടിച്ചാലും ഉപ്പ ഒരക്ഷരം മിണ്ടൂല. അഹങ്കാരമില്ലാത്തൊരു മനുഷ്യനാണ് ഇഞ്ച ഉപ്പ. വല്ലാത്തൊരു വിവരം തന്നെയാണ് പത്തു എനിക്ക്. നിങ്ങൾ ഇന്നെ കളിയാക്കരുതിട്ടോ. ഇന്ത്യ കണ്ടുപിടിച്ച ഗാന്ധിജിയാണ് എനിക്കറിയാം. റബ്ബേ, എന്നെ അങ്ങോട്ട് കൊല്ല്. അതുകൊണ്ടാണ് നമ്മളെ നോട്ടുമ്പളൊക്കെ ഗാന്ധിജിന്റെ ഫോട്ടോ ആരോടും പറയേണ്ടത് കേട്ടോ.